ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ കുഞ്ഞു ഹീറോ ഫാമിലി. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പുതിയൊരു കണ്ടൻ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഹെയർ ഓയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കാറുള്ളത് തന്നെയാണ്. അപ്പോൾ എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട്, അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നമ്മുടെ പറമ്പിലും അതുപോലെയൊക്കെ കിട്ടാവുന്ന എണ്ണയുടെ മാത്രം ചിലവുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാനും മുടി കൊഴിച്ചിൽ നല്ലോണം ഉള്ളതുകൊണ്ട് ഇവിടുത്തെ വെള്ളം അധികം ചേരുന്നില്ല. ഇവിടുത്തെ വെള്ളത്തിന് നല്ല അയറിൻ കണ്ടൻ്റൊക്കെ ഉള്ള വെള്ളമാണ്. അപ്പം അന്നേരം തലയൊക്കെ അത് വെച്ച് കഴുകുമ്പോഴത്തേക്കും മുടി നന്നായി കൊഴിച്ചിലുണ്ട്. പിന്നെ നാട്ടിലേക്ക് പോയപ്പോൾ നല്ല പനി പിടിച്ചിട്ടുണ്ടായിരുന്നു, വൈറൽ ഫീവർ ആയിരുന്നു. അപ്പം കുളിക്കാണ്ടൊക്കെ ഇരുന്നിട്ട് മുടിയൊക്കെ ഭയങ്കര പനീൻ്റെ ആണോ എന്ന് അറിഞ്ഞുകൂടാ, മുടിയൊക്കെ തൊടുമ്പോഴത്തേക്കും അങ്ങനെ കൊഴിഞ്ഞ് പോകുന്ന ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് മുടിയൊക്കെ നല്ല നീളമുള്ള മുടിയായിരുന്നു. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളയേണ്ടി വന്നു, അത്രയും കൊഴിച്ചിലുണ്ടായിരുന്നു. കാരണം കൊഴിഞ്ഞ് അങ്ങനെ വാലുപോലെയായി. അപ്പോൾ എന്തായാലും ഓയിൽ ഉണ്ടാക്കി തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല കടയിൽ നിന്ന് മേടിച്ചതല്ല, ആട്ടിയതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കയ്യോണ്ണി ഉണ്ട്. അപ്പോൾ കയ്യോണ്ണിയും കൂടി മിക്സ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയ്യോണ്ണി ഉമ്മർ തന്നെ നിൽക്കുന്നുണ്ട്, കണ്ടോ? കയ്യോണ്ണീൻ്റെ ഫ്ലവർ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവറാണ്. അപ്പം അതങ്ങനെ വേരോടെയൊക്കെ വരുന്നുണ്ട് ചിലത്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. പറ്റണതൊക്കെ അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റണതൊക്കെ അങ്ങനെ പറിച്ചെടുക്കാം. ഇതാണ്ട കയ്യോണിയുടെ നല്ലതാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ ആര്യവേപ്പില, ഒരു 4 നെല്ലിക്ക, കറിവേപ്പില, 10 ഉള്ളി, ചെറിയുള്ളി, ചുവന്നുള്ളി എന്നൊക്കെ പറയും, ഭൃംഗരാജ് കയ്യോന്നി എന്ന് പറയും ഞങ്ങൾ. പിന്നെ തുളസിയില ആവശ്യത്തിന് എടുക്കാം. പിന്നെ ചെമ്പരത്തിപ്പൂ കുറച്ച് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഉലുവ കുതിർത്തിയത്, പിന്നെ കരിഞ്ജീരകവും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ ആലുവേരയുടെ കറ്റാർവാഴ ഉണ്ടല്ലോ, കറ്റാർവാഴയും ഇതിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. മൈലാഞ്ചി ഇലയും ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി അരച്ച് പേസ്റ്റാക്കാം. അപ്പോൾ ആര്യവേപ്പിലയും കറിവേപ്പിലയും തുളസിയും ചെമ്പരത്തിപ്പൂവും എല്ലാം കൂടി ഒന്ന് അടിച്ച് മിക്സാക്കി പേസ്റ്റാക്കി എടുക്കാം. കയ്യോന്നി ഇപ്പോൾ ഇടുന്നില്ല, കയ്യോന്നിയും നെല്ലിക്കും ഇപ്പോൾ ഇടുന്നില്ല, അത് ഇതിനകത്ത് തികയത്തില്ല. അപ്പോൾ എല്ലാം കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ കയ്യോന്നിയും കരിഞ്ജീരകവും ഉലുവയും കൂടി മിക്സാക്കി അരയ്ക്കാം, സെക്കൻഡ് ട്രിപ്പ്. അപ്പോൾ ഈ അരച്ചതൊക്കെ കൂടി ഒന്ന് എണ്ണയിലൊന്ന് മിക്സാക്കി ഒരു സിമ്മിൽ വെച്ച് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയിക്കൊണ്ടിരിക്കുന്ന തൊട്ട് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞിടാം കേട്ടോ. നേരത്തെ കാണിച്ച ആ ചെറിയുള്ളി അരിഞ്ഞാണ് ഇടുന്നത്. കാച്ചിയ എണ്ണ കുപ്പിയിലാക്കിയിട്ടുണ്ട്. അത് ഒരു വെള്ള തുണിയിലാക്കി പിഴിഞ്ഞ് ഒരു ഗ്ലാസ് ബോട്ടിലാക്കണം. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചാൽ നല്ല കുറേ കാലം നിൽക്കും. ഇതാണ് ആ എണ്ണ. അപ്പോൾ ഒരു ബ്രൗൺ കളറാണ് അതിന്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്